നിങ്ങൾ നല്ലതായിട്ട് സഹകരിക്കുന്നുണ്ട്, ഗവൺമെന്റിൽ നിങ്ങൾക്ക് പരിധികളുണ്ട്, ഒക്കെ ശരിയാ. ഞങ്ങൾ അങ്ങേ തല മുതൽ ഗതാഗത മന്ത്രി മാറുമ്പോൾ മുതൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാം കൃത്യമായി ഞങ്ങൾ തരുന്നുണ്ട്. ഞങ്ങൾ തരുന്ന ഈ ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? ഞങ്ങൾ പഠിച്ചിട്ട് ഓരോരുത്തരെയും വെൽ ഡണ്ണായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടാണ് ഞങ്ങളൊരു നമ്പർ എഴുതി തരുന്നത്. അത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പറയുന്ന റൂട്ടിൽ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ, പക്ഷെ സമയമില്ല. ഞങ്ങൾ മീറ്റിംഗിലാണ്, ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട്, ഓരോ ഒഴിവുകളാണ് ഞങ്ങളെ കളിപ്പിച്ചതിന്. മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങളെ വെറും തരം താഴ്ചയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി. അതിന്റെ വലിയൊരു സംഭവം, അതിന്റെ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ആരംഭം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഞങ്ങൾ വ്യാപിപ്പിക്കും. ഞങ്ങൾക്ക് ജീവിക്കണം. കോഴിക്കോട് ജില്ലയിൽ രാപ്പകൽ സമരം നടത്തി. ആ രാപ്പകൽ സമരത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതുപോലെ പത്തനംതിട്ട എല്ലാ ജില്ലകളും ഞങ്ങൾ നടത്തും. ഞങ്ങൾക്ക് തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം സർക്കാരുകളോ അല്ലെങ്കിൽ മോട്ടോർ വാഹന അധികാരികളോ ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് സ്നേഹത്തോട് നിങ്ങളെ ഓർപ്പിക്കാനുള്ളൂ. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പല കള്ള ടാക്സികൾ ഓടുന്ന രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും ഒരു നമ്പർ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഡ്യൂട്ടിയില്ല, രാത്രിയില്ല. അല്ലാതെ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ താല്പര്യമുള്ള മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾക്ക് രാത്രി ഡ്യൂട്ടിയില്ല. അപ്പൊ രാത്രിയിലേക്ക് കള്ളം മുഴുവൻ ഓടുന്നു. ഈ കള്ളന്മാരെ പിടിക്കാൻ എന്തോ മാർഗം? എയർപോർട്ട് കേന്ദ്രീകരിച്ച് അവിടെ സ്ക്വാഡിനെ ഇട്ടാൽ മതി. ഒരു മാസത്തിൽ 4 തവണ എയർപോർട്ട് രണ്ടും ബ്ലോക്ക് ചെയ്തുകൊണ്ട് KTVയുടെ ലിസ്റ്റുമായിട്ട് നിങ്ങൾ പൊക്കോ. 100% കള്ള ടാക്സി അവിടെ വന്ന് നിങ്ങളെ വരയിൽപ്പെടും. അതിന് യാതൊരു തർക്കമില്ല. ഗവൺമെന്റിന് നല്ലൊരു വരുമാനവും കിട്ടും. ഞങ്ങളെ കൊണ്ട് എല്ലാ നിയമങ്ങളും പാലിപ്പിച്ച്, എല്ലാ നികുതികളും അടപ്പിച്ച് ഞങ്ങളോട് കാണിക്കുന്ന ഈ കഷ്ടത, ഞങ്ങളോട് കാണിക്കുന്ന ഈ അനീതി നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറയുകയാണ്, ഈ ശബ്ദം ശ്രമിക്കുന്ന പൊതുജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഞങ്ങളെ കുറച്ച് പ്രവർത്തകർ ഞങ്ങളെ വളരെ വിശ്വാസത്തോടെ കാണുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് പറയുമ്പോൾ നിങ്ങളത് ശ്രമിക്കുമെന്ന് കരുതിയാണ് നിങ്ങളെ പോലും അവതരിപ്പിക്കുന്നത്. പക്ഷേ നിരന്തരം നിങ്ങൾ ഞങ്ങളെ ഈ അവഗണിക്കുന്നതിനെതിരെ ഇവിടെ ഒന്നിച്ചു വന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും നന്ദിയും സ്നേഹവും ഞാൻ അർപ്പിക്കുന്നു. ഒരു കാര്യം കൂടി, ഇവിടെ ഇല്ലാത്ത ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവിടെ വേറെ അറിയിക്കും. അടൂർ കഴിഞ്ഞാൽ പിന്നെ ഏനാത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ജില്ലാ അതിർത്തി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഫോൺ വിളിച്ചാൽ തന്നെ എടുക്കത്തില്ല. എടുത്തു കഴിയുമ്പോൾ തന്നെ വണ്ടി ഓൾറെഡി ഏനാത്ത് കഴിഞ്ഞിരിക്കും. പിന്നെ അങ്ങോട്ട് എൻഫോഴ്സ്മെന്റുമായിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്ത് ഈ മെസ്സേജ് കൊടുത്ത് പിടിക്കാനുള്ള യാതൊരു സൗകര്യവും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിനോ കേരള സർക്കാരിനോ ഇല്ലയെന്നാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ആവശ്യങ്ങൾ പലതും ഞങ്ങൾ കാണുന്നുണ്ട്. ആവശ്യമുള്ളവരെ നിങ്ങൾ ചേസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത് ജില്ല വിട്ടുപോയി. ഞങ്ങൾ പിന്നെ ഇവരുടെ കുറെ വാഹനം എടുത്ത് പോകാൻ പറ്റും. ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെ ഇന്ന റൂട്ടിൽ കൂടെ എങ്ങനെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ഡ്യൂട്ടിയാണത്. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വാക്കിൽ അപമര്യാദയായിട്ടല്ല, എന്തെങ്കിലും പ്രയാസത്തിന്റെ പേരിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾ അത് കണക്കെടുക്കരുത്. വളരെ ശ്രദ്ധിച്ച് ഞങ്ങളുടെ വിഷയം പരിഗണിച്ച് നമ്മുടെ ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോടും RTOയോടും പ്രത്യേകം ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഞങ്ങൾ തരുന്ന ലിസ്റ്റിലുള്ളവരെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് എതിരെ പരാതി തന്നിട്ടുണ്ട്. KTD എന്ന് പറഞ്ഞ സംഘടന നിങ്ങൾക്കെതിരെ പരാതി തന്നിട്ടുണ്ട്. അത് വ്യക്തമാണ്. അവർ 4 വർഷമായിട്ട് 2 വർഷമായിട്ട് 3 തവണയായിട്ട് 1 വർഷത്തിൽ നിങ്ങളുടെ പേര് തന്നെ തരുന്നുണ്ട്. നിങ്ങൾ ഓടുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഓടുകയാണെങ്കിൽ നടപടിയിലേക്ക് കടക്കുമെന്ന് നിങ്ങൾക്ക് പറയാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുക. അധികാരപ്പെടുത്തിയോ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു ധർണയ്ക്ക് ശേഷം ഞങ്ങളുടെ പ്രവർത്തകര് ഞങ്ങളുടെ ലീഡേഴ്സുമായിട്ട് ഈ RTOസിന്റെ പടിക്കലേക്ക് കയറുന്നുണ്ട്. ഞങ്ങളുടെ വിഷയങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കും. അതുപോലെ ഇത്രയും നേരം സഹിച്ച് ക്ഷമിച്ചെന്ന് നിങ്ങളോട് ഏവരോടും നന്ദി സ്നേഹം. ഒരിക്കൽ നമ്മുടെ ഈ സമരം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. കള്ള ടാക്സികൾ ഉപയോഗിക്കുന്നത് പൊതുജനങ്ങൾ തന്നെയാണ്. അപ്പൊ അവരത് മനസ്സിലാക്കണം. ഇൻഷുറൻസ് പരിരക്ഷയോ അവരുടെ ജീവന് പോലും ചേർത്തില്ലാത്ത ഒരു യാത്രയാണ് അവർ ചെയ്യുന്നതെന്ന് നമ്മുടെ ഈ മൈക്കിലൂടെ ശ്രമിക്കുന്ന എല്ലാ പൊതുജനങ്ങളും മനസ്സിലാക്കണം. അവരവരുടെ സ്വന്തം വാഹനങ്ങളിൽ ഇല്ലാത്തവരെ ടാക്സികൾ ഉപയോഗിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിന് വേണ്ടി മറ്റു ജില്ലകളിൽ നിന്നെത്തിയ ഭാരവാഹികൾക്കും ഇവിടെ കൂടിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം,
റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ വാഹനം പോലും കള്ള ടാക്സിയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് പബ്ലിക്കായിട്ട് തമ്പാനൂർ ഓടുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉപയോഗിക്കുന്ന, അതായത് RPF ഉപയോഗിക്കുന്ന വാഹനം പോലും കള്ള ടാക്സിയാണ്. അതിന്റെ നമ്പർ പോലും കൊടുത്തിട്ട് ഇതുവരെ ഒരു ആക്ഷനും അവരെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. RTO ഉദ്യോഗസ്ഥന്മാര് നമ്മളോട് യാതൊരു സഹകരണവും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം റോഡിൽ ഇറങ്ങുന്ന ഒരു പ്രവണതയാണ് അവരിപ്പോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മാറി അവരെ നമ്മളുമായി നല്ല സഹകരണമായി പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സൂചനാ സമരം കണ്ട് അവർ പഠിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ തെരുവീതികൾ മൊത്തം വെള്ളപ്പട കൊണ്ട് ചക്രസ്തംഭനം നടത്തുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് കെട്ടിടിയോ. പ്രവർത്തകരെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളുടെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സോണുകളിലുള്ള അംഗങ്ങളുടെ നിരന്തര ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ ഉപജീവന മാർഗത്തിന് മണ്ണ് വാരിയിട്ടുകൊണ്ടിരിക്കുന്ന കള്ള ടാക്സികൾക്കെതിരെയും അനധികൃതമായി ടാക്സ് വർധനവിനെതിരെയും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും നമ്മൾ പ്രതികരിക്കണമെന്ന് നമ്മുടെ സോണുകളിലുള്ള പ്രവർത്തകർ ഘോരം പറയുകയും അതിൽ അവസാനം നമ്മുടെ തീരുമാനത്തിലെത്തി 28-ാം തീയതി നമ്മുടെ പ്രതിഷേധ സമരം ഒരു സൂചനയാക്കി കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ പത്തനംതിട്ടയിൽ RTOഫീസിൽ വന്ന് ഇവിടെ കാര്യങ്ങൾ പറയുകയും വേണ്ട നടപടികൾ ചെയ്തു തരാം എന്ന് അവരുടെ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നടത്തിയ സമരം കൊണ്ട് നമുക്ക് നിയമപരമായ ഒരു ഗുണം കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിലും ശക്തമായ രീതിയിൽ തന്നെ പത്തനംതിട്ട ജില്ലയിലെ സമരപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് ജീവിക്കണം. കാരണം രാവിലെ മുതൽ വാഹനവുമായിട്ട് വന്ന് റോഡിൽ കിടന്ന് പൊടിയും വെയിലും കൊണ്ട് അലഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ വെള്ള ഓടും വെച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഓടുമ്പോൾ നമ്മൾ വളരെ പ്രയാസത്തോടെയാണ് തിരിച്ച് വീടുകളിലേക്ക് കയറി പോകുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ വേണ്ടി പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ സാറന്മാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ടും ആണ് ഞങ്ങളുടെ ഒരു പ്രതിഷേധ സമരം വളരെ സമാധാനപരമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളെ ഈ സമാധാനപരമായി വന്ന സമരത്തെ സ്വീകരിച്ച എല്ലാ നല്ലവരായ സ്നേഹിതർക്കും നന്ദി അറിയിക്കുകയാണ് എന്റെ കർത്തവ്യം. ആദ്യമായിട്ട് തന്നെ വിവിധ സോണുകളിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്ന എല്ലാ പ്രവർത്തകർക്കും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളുടെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സോണുകളിലുള്ള അംഗങ്ങളുടെ നിരന്തര ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ ഉപജീവന മാർഗത്തിന് മണ്ണ് വാരിയിട്ടുകൊണ്ടിരിക്കുന്ന കള്ള ടാക്സികൾക്കെതിരെയും അനധികൃതമായി ടാക്സ് വർധനവിനെതിരെയും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും നമ്മൾ പ്രതികരിക്കണമെന്ന് നമ്മുടെ സോണുകളിലുള്ള പ്രവർത്തകർ ഘോരം പറയുകയും അതിൽ അവസാനം നമ്മുടെ തീരുമാനത്തിലെത്തി 28-ാം തീയതി നമ്മുടെ പ്രതിഷേധ സമരം ഒരു സൂചനയാക്കി കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ പത്തനംതിട്ടയിൽ RTOഫീസിൽ വന്ന് ഇവിടെ കാര്യങ്ങൾ പറയുകയും വേണ്ട നടപടികൾ ചെയ്തു തരാം എന്ന് അവരുടെ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നടത്തിയ സമരം കൊണ്ട് നമുക്ക് നിയമപരമായ ഒരു ഗുണം കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതിലും ശക്തമായ രീതിയിൽ തന്നെ പത്തനംതിട്ട ജില്ലയിലെ സമരപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് ജീവിക്കണം. കാരണം രാവിലെ മുതൽ വാഹനവുമായിട്ട് വന്ന് റോഡിൽ കിടന്ന് പൊടിയും വെയിലും കൊണ്ട് അലഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ വെള്ള ഓടും വെച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ഓടുമ്പോൾ നമ്മൾ വളരെ പ്രയാസത്തോടെയാണ് തിരിച്ച് വീടുകളിലേക്ക് കയറി പോകുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ വേണ്ടി പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ സാറന്മാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ടും ആണ് ഞങ്ങളുടെ ഒരു പ്രതിഷേധ സമരം വളരെ സമാധാനപരമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളെ ഈ സമാധാനപരമായി വന്ന സമരത്തെ സ്വീകരിച്ച എല്ലാ നല്ലവരായ സ്നേഹിതർക്കും നന്ദി അറിയിക്കുകയാണ് എന്റെ കർത്തവ്യം. ആദ്യമായിട്ട് തന്നെ വിവിധ സോണുകളിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്ന എല്ലാ പ്രവർത്തകർക്കും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.